ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനും കല്യാണം നടക്കാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് ശേഷം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ ഹീറോ എഴുന്നേറ്റിട്ട് എനിക്ക് ബാത്റൂം പോകണം, ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ബാത്റൂം ഒന്നുമില്ല, ഈ ഗ്രാമത്തിലെ ബാത്റൂം ഒന്നുമില്ല, ആ സ്ത്രീകൾ രാവിലെ വെളുക്കുന്നതിന് മുമ്പേ തന്നെ പുറത്താണ് ബാത്റൂമിലൊക്കെ പോകാറെന്ന് പറയാണ്. ഇത് കേട്ടതും ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ഹീറോയിൻ, ഇതൊക്കെ ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ കെട്ടത് പോലും ഇല്ലായിരുന്നെന്ന് പറയാണ്. നമ്മുടെ ഹീറോയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിലൊരു ബാത്റൂമൊക്കെ കെട്ടണമെന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടതും അയ്യേ വൃത്തികേട്, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് തന്നെ എതിരാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനമൊന്നും വീട്ടിൻ്റെ അകത്ത് കെട്ടാൻ പാടില്ലെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴാണ് പുള്ളി ഒരു പോംവഴി കണ്ടുപിടിക്കുന്നത്. കാരണം ഇവരുടെ ഗ്രാമം ക്രോസ് ചെയ്ത് പോകുന്ന ട്രെയിൻ അവരുടെ നാട്ടിലെ സ്റ്റേഷനിൽ ഏതാണ്ട് 7 മിനിറ്റ് നിൽക്കും. ആ ടൈമിന് ആ ട്രെയിനിലെ ബാത്റൂം നീ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വൈഫിനെ ആ ട്രെയിനിൽ കയറ്റി വിടുകയാണ്. പക്ഷേ ഇവൾ ബാത്റൂം പോയിട്ട് വരുന്നതിന് മുമ്പേ തന്നെ ആ ട്രെയിൻ തന്നെ അവിടെ നിന്ന് എടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ തന്നെ പിന്നാലെ വന്നിട്ട് നമ്മുടെ ഹീറോ ആ ട്രെയിനിൻ്റെ ചെയിൻ പിടിച്ച് വലിക്കുക, എന്നിട്ട് ട്രെയിൻ നിർത്തുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ്റെ കൂടെ തന്നെ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടമൊന്നും ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞിട്ട് അതേ ട്രെയിനിൽ തന്നെ കയറിയിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് എന്ന് നീ ടോയ്ലറ്റ് കെട്ടുന്നോ അന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നു പറയാണ് അവൾ. അങ്ങനെ ഇവനും അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞൊന്നും കേൾക്കാതെ അവൻ്റെ ബൈക്ക് വരെ വിറ്റിട്ട് അവൻ്റെ വീട്ടിലൊരു ടോയ്ലറ്റും കെട്ടുകയാണ്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് ഇതൊക്കെ വീടിന് അപമാനമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അച്ഛനും ആ നാട്ടിലെ തലവനും ചേർന്നിട്ട് ഹീറോയിനെ ഒരു റൂമിലിട്ട് അടച്ചിട്ട് പുള്ളി കഷ്ടപ്പെട്ട് കിട്ടിയ ആ ബാത്റൂമിനെ ഇടിച്ച് തകർക്കുകയാണ്. നമ്മുടെ ഹീറോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സങ്കടത്തിൽ കരയാൻ തുടങ്ങുകയാണ്. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവനും അവൻ്റെ കുടുംബത്തിനൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് മീഡിയയിൽ തന്നെ ഒരു ന്യൂസാക്കി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ അവൾ വിചാരിച്ച പോലെ തന്നെ സ്ത്രീകളുടെ ഈ ബുദ്ധിമുട്ട് മീഡിയയിൽ മൊത്തം അറിഞ്ഞ് ഒരു ചർച്ചയാവാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഹീറോയുടെ അച്ഛൻ്റെ അമ്മ ബാത്റൂം പോകാൻ വേണ്ടി പുറത്ത് വന്നപ്പോൾ കാല് സ്ലിപ്പായി താഴെ വീഴുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഉടനെ ബാത്റൂം പോകണം, എനിക്ക് നടക്കാനൊന്നും വയ്യെന്ന് പറഞ്ഞതു നമ്മുടെ ഹീറോയുടെ അച്ഛൻ സഹി കെട്ടിട്ട് അവരെ എഴുന്നേൽപ്പിച്ചിട്ട് അവരിടിച്ചു തകർത്തിയ മകൻ കിട്ടിയ ആ ബാത്റൂമിൽ കൊണ്ടിരുത്താണ്. അതേസമയം ഈ കേസൊക്കെ ഇപ്പോൾ കോർട്ടിലെത്തിയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്കും ഡിവോഴ്സ് വേണം, എൻ്റെ വീട്ടിലും ബാത്റൂം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവരും കേസ് ഫയൽ ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ CMൻ്റെ അടുത്ത് വരെ എത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിനും വിളിച്ചിട്ട് ജഡ്ജി ഇനി എന്താണ് നിങ്ങളുടെ തീരുമാനം ചോദിക്കുകയാണ്. പക്ഷേ ഇവളും അവരുടെ വീട്ടിൽ ബാത്റൂം ഇല്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഡിവോഴ്സ് വേണം തന്നെ പറയാണ്. അപ്പോഴാണ് ആ ജഡ്ജിൻ്റെ ഓഫീസിലേക്ക് ഒരു നോട്ടീസ് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CM തന്നെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇരുന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു നാട്ടിൽ ഒരു ടോയ്ലറ്റെങ്കിലും മിനിമം വേണമെന്ന് CM തന്നെ ഓർഡർ ചെയ്ത് അതിനുള്ള ഫണ്ടിങ്ങും കൊടുക്കുമെന്നും പറയാണ്. അങ്ങനെ ഇത് കേട്ടതും ജഡ്ജും ഇതാ ഇപ്പോൾ CM തന്നെ പറഞ്ഞു ഗ്രാമത്തിന് ഒരു ടോയ്ലറ്റ് തന്നെ എന്തായാലും വേണമെന്ന് കെട്ടിത്തരാമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ബോസ് ഒന്നുമില്ല പൊക്കോളാൻ വേണ്ടി പറയാണ്. അങ്ങനെ അവരും ഹാപ്പി ആയിട്ട് തന്നെ അവിടുന്ന് പുറത്തു പോവാണ്. അതേസമയം നമ്മുടെ ഹീറോയുടെ അച്ഛനും ഈ ബാത്റൂമിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, കാരണം പുള്ളിയുടെ അമ്മ തന്നെ ആ അവസ്ഥയിലായപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് പുള്ളി ഇടിച്ച് നശിപ്പിച്ച ആ ബാത്റൂം തന്നെ വീണ്ടും റിപ്പയർ ചെയ്ത് അവളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം കഴിപ്പിക്കുകയാണ്.